ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏതാണ്ട് 2023 ജനുവരി മാസത്തിലാണ് ചിക്കാഗോ പ്രെയർ ലൈൻ എന്ന് പറയുന്ന ഈ സംരംഭവുമായിട്ട് പാസ്റ്റർ ജോൺ വത്സലൻ മുഖാന്തരം ബന്ധപ്പെടുവാൻ, എൻ്റെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ പ്രസ്താവിക്കുവാൻ എനിക്ക് അവസരങ്ങൾ ഉണ്ടായത്. അത് 2023 ജനുവരി മാസത്തിലായിരുന്നു. അതിന് തൊട്ടു മുമ്പുള്ള 2022 അവസാന മാസങ്ങൾ ഞാനും പാസ്റ്റർ ഓർമ്മിപ്പിച്ചതുപോലെ ഞങ്ങൾക്കെതിരെ മധ്യപ്രദേശിലെ ദമോഹ് എന്ന് പറയുന്ന സ്ഥലത്ത് ചില ആളുകൾ നൽകിയ കേസ് മുഖാന്തരം എനിക്കും മറ്റൊരു സഹോദരനും ജയിലിൽ ചില ദിവസങ്ങൾ കഴിയേണ്ടതായിട്ട് വന്നു. വളരെ സന്തോഷത്തോടുകൂടെ ആ ദിവസങ്ങളിൽ പ്രാരംഭ ദിവസങ്ങൾ വളരെ ദുഃഖകരം ആയിരുന്നു. എങ്കിലും തുടർന്നുള്ള ദിവസങ്ങൾ അവിടെ കർത്താവ് ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന ആ സമയം അത് വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടെ ജയിലിനുള്ളിൽ കഴിയുവാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾ ജയിലിലായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിഞ്ഞത് വളരെ ക്രൂരമായ മർദ്ദനമുറകൾ. അതിന് ഞങ്ങളും ഇരകളായി. അതിനുശേഷമുള്ള ദിനങ്ങളിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നതും അതൊക്കെയായിരുന്നു. ആയതിനാൽ ആ ദിവസങ്ങളിൽ ഞങ്ങളുടെ വിടുതലിന് വേണ്ടിയുള്ള പ്രാർത്ഥന മാറുന്ന ഞാനും എൻ്റെ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പേര് ഫിലിപ്സൺ എന്നാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് ഞങ്ങൾ ആ ജയിലിൻ്റെ ഒരു മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അവിടുത്തെ സിസ്റ്റം ചേഞ്ച് ആകേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ അവിടെ ആയിരുന്ന സമയത്തൊന്നും അതിന് മാറ്റമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് ജാമ്യം ലഭിച്ച് ഞങ്ങൾ പുറത്തു വന്നു. അതിനുശേഷം ഞങ്ങളുടെ കൂടെ കൂട്ടുപ്രതികളായി ചേർക്കപ്പെട്ടിരുന്ന 7 പേർക്ക് ഒരു 2 ദിവസത്തേക്ക് അവർക്ക് ജയിലിൽ പോകേണ്ടതായിട്ട് വന്നു. അത് ചില മാസങ്ങൾക്ക് ശേഷമാണ്, 6 or 7 മാസങ്ങൾക്ക് ശേഷം അവരവിടെ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ അവരോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ കിടന്ന ജയിലിലല്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ജയിലിലായിരിക്കും പോയത് എന്ന് ഞങ്ങൾക്ക് പറയേണ്ടതായിട്ട് വന്നു. കാരണം അവിടുത്തെ മുഴുവൻ സിസ്റ്റം മാറിയിരുന്നു. അവിടെ തടവുപുള്ളികളെ മർദ്ദിക്കുന്ന ആ രീതികൾക്കെല്ലാം മാറ്റമുണ്ടായി. അവിടെ ഉണ്ടായിരുന്ന ക്രൂരന്മാരായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരെ അവിടെ നിന്ന് സ്ഥലം മാറ്റി അവിടെ ചെല്ലുന്ന തടവുകാരുമായിട്ട് വളരെ ഹൃദ്യമായി ഇടപെടുവാനായിട്ടുള്ള ഒരു സിസ്റ്റമൊക്കെ അവിടെ ഉണ്ടായി. അതിന്റെ കാരണമായിട്ട് ഭവിച്ചത് ഞാൻ ചിന്തിക്കുന്നു, ഞങ്ങൾ അവിടെ നിന്ന് ആ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചത് ദൈവം അത് കേട്ടു എന്ന് ചിന്തിക്കുന്നു. ഞങ്ങൾ അവിടുന്ന് പോരുന്നതിന് ശേഷം ആ ജയിലിനുള്ളിൽ മർദ്ദന മുഖാന്തരം ഒരാൾ മരിക്കുകയും ആ ഒരു സംഭവം മുഖാന്തരമായിട്ട് ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഒക്കെ അതിനകത്ത് ഇടപെടുകയും ആ ജയിലിലെ മുഴുവൻ സിസ്റ്റം അവർ മാറ്റുകയും ചെയ്തു. അന്ന് ഉണ്ടായിരുന്ന മുഴുവൻ പോലീസുകാരെയും അവിടെ നിന്ന് മാറ്റി വളരെ നല്ല സമീപനം ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അവിടെ ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം അന്ന് മുതൽ ഞങ്ങളുടെ കേസുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്കെതിരെ 7 പേരാണ് ഒരുമിച്ച് ചേർന്ന് കേസ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഹിയറിംഗ് ഒക്കെ നടന്നുകൊണ്ടിരുന്നു. അവരിൽ ചിലരൊക്കെ വന്നു. എന്നാൽ അതിലൊരു സ്ത്രീ മാത്രം ദീർഘനാളുകളായിട്ട് അവരതിന് വരാതിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ അവരുടെയും സാക്ഷി വിസ്താരമൊക്കെ കംപ്ലീറ്റ് ആയി. അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞങ്ങളുടെ ഹിയറിങ്ങൾ നടക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ 16-ാം തീയതി തിങ്കളാഴ്ച ഞങ്ങളുടെ കേസിന്റെ ഇതെല്ലാം കഴിഞ്ഞു. സാക്ഷി വിസ്താരവും ഞങ്ങളുടെ മൊഴികളെടുക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഈ 20-ാം തീയതി ആർഗ്യുമെന്റിന് വേണ്ടിയിട്ടുള്ള ആ ദിവസമാണ്. അതായത് ഞങ്ങളുടെയും അവരുടെ മറ്റ് വാദിഭാഗത്തെയും അഡ്വക്കേറ്റ്മാർ നമ്മളുടെ മൊഴികൾ അനുസരിച്ച് അവർ കോർട്ടിൽ ഇനിയും അത് ബഹസ് ചെയ്യുന്ന ആർഗ്യുമെന്റ് ചെയ്യുന്ന ദിവസമാണ് 20-ാം തീയതി. അന്നുകൊണ്ട് അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ അത് ജഡ്ജിയുടെ മനോധർമ്മം അനുസരിച്ചാണ്. തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ അതിന്റെ വിധി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. 20-ാം തീയതി കൊണ്ട് ആർഗ്യുമെന്റ് പൂർണ്ണമാകുന്നില്ല എങ്കിൽ
ഒരു ദിവസം കൂടെ ആർഗ്യുമെന്റ് വെക്കുവാനും അതിന് ശേഷം തുടർന്നുള്ള ആ, ഞങ്ങളുടെ ഒരു ചിന്ത ഈ ഡിസംബർ മാസത്തിൽ തന്നെ അതിനൊരു ഫൈനൽ ഡിസിഷൻ ഉണ്ടാകുമെന്നുള്ള ഒരു ചിന്തയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ആ, അപ്പോൾ ഞാൻ ഈ സമയത്ത് പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. ഈ ചിക്കാഗോ പ്രെയർ ലൈനിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഈ വിഷയത്തെ ഓർത്ത് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെയൊക്കെ പേരില് ആ, ഏതാണ്ട് 18 വകുപ്പുകൾ ചുമത്തിയാണ് ആ, ഈ കേസ് കൊടുത്തിരിക്കുന്നത്. പല കാര്യങ്ങളും ആ, അവരുടെ തന്നെ മൊഴികളിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ ആ, അതൊന്നും അവർക്ക് തെളിയിക്കാൻ കഴിയത്തില്ല. പ്രോസിക്യൂഷനും അതൊന്നും തെളിയിക്കുവാൻ കഴിയുകയില്ല. കാരണം എല്ലാം വളരെ ആ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, കളവായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഞങ്ങൾക്കെതിരെ പറഞ്ഞിരിക്കുന്നത്. ആം, എങ്കിലും ആ, ഈ നിങ്ങൾക്കറിയാമല്ലോ, മധ്യപ്രദേശ് BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വളരെ നിസ്സാരമായ ഒരു FIR ഞങ്ങൾക്കെതിരെ ഉണ്ടായിട്ടും ഒരു അന്വേഷണം പോലും ഇല്ലാതെ ഞങ്ങളെയൊക്കെ ജയിലിൽ പിടിച്ചിടുവാനായിട്ടിടയായി തീർന്നത്. ഇവിടെ നിയമത്തിന്റെ യാതൊരു ആനുകൂല്യങ്ങളും നമ്മൾക്ക് ലഭിക്കയില്ല. ക്രിസ്ത്യാനികൾക്കോ മുസ്ലിങ്ങൾക്കും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് നോർത്ത് ഇന്ത്യയിലുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നത് കൊണ്ട്, അതുപോലെ തന്നെ ജഡ്ജിന്റെ മേലെ ആ, ഈ പൊളിറ്റിക്കലി ഭയങ്കരമായിട്ടുള്ള പ്രഷറൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ആ ജഡ്ജിയുടെ മനോധർമ്മം അനുസരിച്ചും അതുപോലെ ഞങ്ങളുടെ അഡ്വക്കേറ്റ്സ് ഒക്കെ ഞങ്ങളോട് പറഞ്ഞത് അവർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. കാരണം ആ ഒരു ദിവസം അവരുടെ മൂഡ് നന്നായിരിക്കാനായിട്ട് പ്രാർത്ഥിക്കണം. ഈ ജഡ്ജിമാരുടെ അവരുടെ മൂഡൊക്കെ ഉണ്ടല്ലോ, അവരും മനുഷ്യരല്ലേ, അവരും പ്രശ്നങ്ങളിലൊക്കെ അകപ്പെടുന്നു. അപ്പൊ അവരുടെ മേലുള്ള പ്രഷർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ അവരുടെ മൂഡ് ഖരാബാണെങ്കിൽ, മോശമാണെങ്കിൽ അത് വിധിയെ ബാധിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ എല്ലാറ്റിനും മേലെ നമ്മുടെ കർത്താവായ ദൈവമുണ്ടല്ലോ. ആ ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോടൊന്നിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എല്ലാത്തിനും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുകയും വീണ്ടും ഒരിക്കൽ കൂടെ ഈ പ്രാർത്ഥനയുടെ ആ ഒരു ഡെസിഷൻ ഉണ്ടാകുന്നത് വരെ ഈ പ്രാർത്ഥനയെ ഞങ്ങളോട് ഒന്നിച്ച് പോരാടുവാൻ നിങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് ഈ രാവിലെ സമയത്ത് ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞാൻ ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകങ്ങളിൽ നിന്ന് ഏതാണ്ട് ഒരു 5 അധ്യായം, എല്ലാം വായിക്കുന്നില്ല, ഒരു 5 അധ്യായത്തിൽ നിന്ന് യഹൂദയുടെ രാജാവായിരുന്ന യഹോശാഫാത്തിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ചിന്തിച്ച വന്ന ചില കാര്യങ്ങൾ ഒന്ന് നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യവും 20-ാം അധ്യായം അതിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ നമുക്ക് അതിനാധാരമായിട്ട് ഒന്ന് വായിക്കാം. 2 ദിനവൃത്താന്തങ്ങൾ അധ്യായം 19 അതിൻ്റെ 11-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം മാത്രം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ധൈര്യപ്പെട്ട് പ്രവർത്തിച്ചു കൊള്ളുവീൻ, യഹോവ നല്ലവരോട് കൂടെ ഇരിക്കും. 20-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: അപ്പോൾ സഭാമധ്യേ വച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മഥന്യാവിന്റെ മകനായ യെയീയേലിന്റെ മകനായ ബനായാവിന്റെ മകനായ സഖര്യാവിന്റെ മകൻ യഹസിയേൽ എന്ന ഒരു ലേവ്യന്റെ മേൽ വന്നു. അവൻ പറഞ്ഞതെന്തെന്നാൽ, യഹൂദ്യരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളുവിൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു: ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്ര. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാവിലെ സമയത്ത് ദൈവത്തിന്റെ തിരുവചനത്തിൽ നിന്ന് 2 വാക്യങ്ങൾ വായിക്കുവാനും ദൈവം നമ്മളെ സഹായിച്ചു.
ഈ പുസ്തകത്തിന്റെ 17ാമത്തെ അധ്യായം മുതലാണ് യഹൂദയുടെ രാജാവായ യഹോശാഫാത്ത് എന്ന് പറയുന്ന ആ രാജാവിനെ കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 17ാം അധ്യായത്തിൽ നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോൾ അതിൻ്റെ 17ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം എപ്രകാരമുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് ജസ്റ്റ് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 17ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ. അവന്റെ മകനായ യഹോശാഫാത്ത് അവന് പകരം രാജാവായി. അവൻ ഇസ്രായേലിനെതിരെ പ്രബലനായി തീർന്നു. അവൻ യഹൂദയിലെ ഉറപ്പുള്ള പട്ടണങ്ങളിലൊക്കെയും സൈന്യങ്ങളെ ആക്കി. യഹൂദ ദേശത്തും തന്റെ അപ്പനായ ആസ പിടിച്ച എഫ്രയീം പട്ടണങ്ങളിലും കാവൽ പട്ടാളങ്ങളെയും ആക്കി. യഹോശാഫാത്ത് തന്റെ പിതാവായ ദാവീദിന്റെ ആദ്യത്തെ വഴികളിൽ നടക്കുകയും ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ തന്റെ പിതാവിന്റെ ദൈവത്തെ അന്വേഷിക്കുകയും ഇസ്രായേലിന്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അധ്യായത്തിൽ ഈ യഹോശാഫാത്ത് എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹത്തിന്റെ പിതാവ് ആസായായിരുന്നു. ആസായും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന തൻ്റെ പൂർവ്വപിതാവായ ദാവീദിന്റെ വഴികളിൽ നടന്നു വന്ന അനുഗ്രഹീതനായ ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ മകനായി ജനിച്ച യഹോശാഫാത്ത് ഏതാണ്ട് 25 വർഷം യഹൂദയിൽ രാജാവായി താൻ വാഴുന്നു. ഇതിന്റെ പ്രാരംഭ ഈ വാക്യങ്ങളിൽ നമ്മൾ കണ്ടുവന്നത് അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കർത്താവിനെ അനുസരിക്കുകയും ദാവീദിന്റെ വഴികളിൽ നടക്കുകയും അന്യ ആരാധനയെ യഹൂദയുടെ അതിരുകളിൽ നിന്ന് അകറ്റിക്കളയുവാനും വേണ്ടി ശ്രമിച്ച ശക്തനായ ദൈവ വഴികളിൽ നടക്കുന്ന, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന അനുഗ്രഹീതനായ ഒരു രാജാവായിരുന്നു യഹോശാഫാത്ത്. എന്നാൽ 18ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ രാജാവിന്റെ രീതികളൊക്കെ മാറും. അദ്ദേഹം ഇസ്രായേൽ രാജാവായിരുന്ന ദുഷ്ടനായ ആഹാബുമായി സഖ്യത ചെയ്യുകയും അദ്ദേഹത്തോടൊന്നിച്ച് യുദ്ധത്തിനു വേണ്ടി ഗിലെയാദിലെ രാമോത്തിലേക്ക് പോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ നമ്മൾ കാണുന്നത് ആഹാബിന് ഒരു ചതി ഉണ്ടായിരുന്നു. ആഹാബ് രാജവസ്ത്രം ധരിക്കാതെ കാഷ്വൽ ഡ്രസ്സിൽ പോവുകയും ഈ യഹൂദ രാജാവായ യഹോശാഫാത്തിനെ രാജവസ്ത്രധാരിയായി യുദ്ധമുഖത്തേക്ക് അയക്കുകയും ചെയ്തു. ആഹാബ് വളരെ തന്ത്രപൂർവമായി അദ്ദേഹത്തെ ആ യുദ്ധമുഖത്തേക്ക് പറഞ്ഞുവിട്ട് അദ്ദേഹത്തെ നശിപ്പിക്കുവാനായിട്ടുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ സ്വയം രക്ഷപ്പെടുവാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും വസ്തുതകൾ മനസ്സിലാക്കിയ യഹോശാഫാത്ത്, അത് വിശദമായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അതിന്റെ സമയമില്ലാത്തതുകൊണ്ടാണ്. വസ്തുതകൾ മനസ്സിലാക്കി യഹോവയോട് തക്ക സമയത്ത് നിലവിളിച്ച യഹോശാഫാത്തിനെ ദൈവം അത്ഭുതകരമായി അവിടെ നിന്ന് വിടുവിക്കുകയും ചെയ്യുന്നു. അതിന്റെ 19ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെ ജീവരക്ഷ ലഭിച്ച യഹോശാഫാത്ത് രാജാവ് യഹൂദയിലേക്ക് മടങ്ങി വന്നതിന് ശേഷം ഹനാനിയുടെ മകനായ യേഹു എന്ന് പറയുന്ന ഒരു ദർശകൻ, അദ്ദേഹം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹത്തെ ഈ യഹോശാഫാത്ത് രാജാവിന്റെ അരികിലേക്ക് അയക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. 19ാം അധ്യായത്തിന്റെ തുടക്കം മുതലുള്ള വാക്യങ്ങൾ മുൻപോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഈ യേഹു എന്ന് പറയുന്ന ദർശകൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിവേശിതനായി ഈ യഹോശാഫാത്ത് രാജാവിനോട് ബുദ്ധിയുപദേശം നൽകുകയും അദ്ദേഹം ചെയ്തു വന്ന തൻ്റെ ദുഷ്ക്രിയകൾക്കെതിരെ അദ്ദേഹത്തെ ശാസിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇതേ അധ്യായത്തിൽ തന്നെ തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ട പ്രവാചകനായ ദർശകനായ യേഹുവിന്റെ വാക്കുകളെ ശിരസാവഹിച്ച് യഹോശാഫാത്ത് രാജാവ് തനിക്ക് മാനസാന്തരപ്പെടുവാൻ ആദ്യം തന്നെ ലഭിച്ച അവസരത്തെ വളരെ മനോഹരമായി തൻ്റെ ജീവിതത്തിൽ താൻ അത് സ്വീകരിക്കുകയും അതിനുശേഷം ആ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് മാനസാന്തരത്തിന് തക്ക ഫലം കായ്ക്കുന്ന ഒരു വ്യക്തിയായി
ഈ യഹോശാബാത്ത് മാറുന്നതുമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അദ്ദേഹം അവിടെ അതിന്റെ 4 മുതലുള്ള 19-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് അദ്ദേഹം യാത്ര ചെയ്തു. യഹോശാബാത്ത് ബേർഷേബ മുതൽ എഫ്രയീം മലനാട് വരെ സഞ്ചരിച്ച് ജനത്തെ ദൈവത്തെങ്കിലേക്ക് തിരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് 19-ാം അധ്യായത്തിൽ ദൈവ സന്നിധിയിൽ മാനസാന്തരത്തിന് വേണ്ടി തനിക്ക് ലഭിച്ച ആദ്യ അവസരം തന്നെ വളരെ ബുദ്ധിമതയോടുകൂടെ ഉപയോഗിച്ച യഹോശാബാത്ത് രാജാവ് മാനസാന്തരപ്പെടുകയും താൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നതിന് ശേഷം തൻ്റെ കീഴിലുണ്ടായിരുന്ന യഹൂദ ദേശത്തെമ്പാടുമുള്ള സകല പ്രജകളും അവരും ദൈവത്തിങ്കിലേക്ക് കടന്നു വരേണ്ടതിന് വേണ്ടി അവർക്ക് വേണ്ടി അദ്ദേഹം ഒരു വഴിയായി പ്രവർത്തിച്ചു എന്ന് നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് മാത്രമല്ല 19-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ പല നാടുകളിലും പല ദേശങ്ങളിലും അദ്ദേഹത്തിന്റെ ഈ യഹൂദ ദേശത്തിന്റെ പല സ്ഥലങ്ങളിലുമൊക്കെ സഞ്ചരിച്ച് ആ എല്ലാ പ്രദേശങ്ങളിലും അദ്ദേഹം ന്യായാധിപന്മാരെ ആക്കുന്നു. ന്യായാധിപന്മാരെ കൽപ്പിച്ചാക്കുമ്പോൾ അവരോട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. യഹോവയുടെ നീതി അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ന്യായപാലനം ചെയ്യുവാനും അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാനും നീ വളരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം ആളുകളെ അതാത് മേഖലകളിൽ യഹൂദയിലും യെരൂശലേമിലും ചുറ്റുപാടുമുള്ള നഗരങ്ങളിലെല്ലാം അദ്ദേഹം കൽപ്പിച്ചാക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിനുശേഷം അതിന്റെ 20-ാം അധ്യായത്തിൽ നമ്മൾ വരുന്നു. അങ്ങനെ 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? മാനസാന്തരപ്പെട്ടതിന് ശേഷം യഹോശാബാത്ത് രാജാവ് മാനസാന്തരത്തിന് തക്ക ഫലം കായ്ക്കുന്നു. അദ്ദേഹവും സ്വന്തം ജീവിതത്തിലും അതുപോലെ താൻ രാജാവായിരിക്കുന്ന ആ പ്രദേശത്തെ മുഴുവൻ പ്രജകളുടെ ജീവിതത്തിലും ദൈവോന്മുഖമായ ഒരു ജീവിതം നയിക്കേണ്ടതിന് വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുകയും അതിന് ഉപോത്ബലകമായിരിക്കുന്ന പല കാര്യങ്ങളും പല ഘടകങ്ങളും അദ്ദേഹം വളരെ മെഹനത്ത് ചെയ്ത് പരിശ്രമത്തോടുകൂടെ അദ്ദേഹം അവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ജനത്തെ അദ്ദേഹം ദൈവത്തിങ്കിലേക്ക് നടത്തുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു രാജാവായി തീർന്നു. എന്നാൽ നമ്മൾ 2 ദിനവൃത്താന്തം അതിന്റെ 20-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് 3 രാജാക്കന്മാർ, 3 ദേശങ്ങൾ, മോവാബ്യരും അമ്മോന്യരും അതുപോലെ മയൂന്യരും, ഈ 3 രാജാക്കന്മാർ 3 ദേശങ്ങൾ അവർ ഒരുമിച്ച് ചേർന്ന് യഹോശാബാത്തിന് എതിരെ വളരെ വ്യക്തമായ യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞ് യഹോശാബാത്തിനെയും യഹൂദയെയും ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കേണ്ടതിന് വേണ്ടി അദ്ദേഹത്തിനെതിരെ അവർ പടയൊരുക്കി കടന്നു വരുന്ന ഒരു സാഹചര്യം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ യഹോശാബാത്ത് രാജാവിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ രാജാക്കന്മാരെ കണ്ട് അദ്ദേഹത്തിനെതിരെ അവർ പടയൊരുക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തുവാനും ദൈവത്തോട് സഹായം അഭ്യർത്ഥിക്കുവാനുമായിട്ട് ഇടയായിത്തീർന്നു. 20-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ അതാണ് കാണുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? യഹൂദയിലെ എല്ലായിടവും ഒരു ഉപവാസം പ്രസിദ്ധമാക്കുന്നു. അവർ ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ അദ്ദേഹത്തിന്റെ പിതാവായ ആസയെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ആസയ്ക്കും യഹൂദയും ഇസ്രയേലും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം ഇതുപോലെ ദൈവസന്നിധിയിൽ കടന്നു ചെന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ബലവാന്മാരും ബലഹീനരും തമ്മിൽ കാര്യമുണ്ടാകുമ്പോൾ സഹായിക്കുവാൻ നീ അല്ലാതെ മറ്റാരുമില്ല എന്ന് പറഞ്ഞ് ദൈവസന്നിധിയില് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് വിജയം പ്രാപിക്കുന്ന ഒരു പിതാവിനെയാണ് നമ്മൾ അവിടെ കണ്ടത്. ഫലത്തിൽ ഈ യഹോശാബാത്ത് രാജാവ് ദൈവ വഴികളിൽ നിന്ന് ഇടക്കാലത്ത് മാറി നിന്നെങ്കിലും ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് മാനസാന്തര ശേഷം അദ്ദേഹവും ആ ദൈവത്തിൽ, തൻ്റെ പിതാവായ ആസയുടെ ദൈവത്തിൽ, തൻ്റെ പൂർവ്വപിതാവായ ദാവീദിന്റെ ദൈവത്തിൽ അദ്ദേഹം ആശ്രയിക്കുകയും ദൈവത്തോട് ദൈവസന്നിധിയിൽ താണിരുന്നു കൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ അവൻ തന്നെ സഹായിക്കുവാനായിട്ട് ദൈവത്തോട് താന് ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ദൈവസന്നിധിയിൽ താണ ഉപവാസത്തോടുകൂടെ ദൈവിക അനുസരണത്തിലേക്ക് കടന്നു വന്ന ആ യഹോശാബാത്ത് രാജാവിനോട് ദൈവം പറയുന്ന ചില കാര്യങ്ങൾ
ആ ആ ആ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ വായിച്ച 20-ാം അധ്യായത്തിന്റെ അതിന്റെ 14-15 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. അവിടെ ദൈവം ആ യഹസിയേൽ എന്ന് പറയുന്ന ആ ലേവ്യന്റെ മേൽ തന്റെ ആത്മാവിനെ ആക്കി അവരോട് ദൈവം ഒരു ദൂത് പറയുന്നു. ആ ദൂതിന്റെ അവസാനം നമ്മൾ കാണുന്ന ഇതാണ്. ആ യഹോശാഫാത്ത് സോറി എന്നാൽ യഹൂദ്യർ ഒക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളുവീൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിൽ നിലമ്പാട് വീണ് പ്രാർത്ഥിക്കുന്ന, ദൈവത്തിനോട് സഹായം അഭ്യർത്ഥിക്കുന്ന, അവിടുന്ന് അല്ലാതെ ഈ ഒരു സാഹചര്യത്തിൽ ഈ 3 ദേശങ്ങൾ, 3 രാജാക്കന്മാർ അവരുടെ മുഴുവൻ സൈന്യവുമായി ഞങ്ങൾക്കെതിരെ കോരിയിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ദൈവമായ കർത്താവെ, അവിടുന്ന് അല്ലാതെ ഞങ്ങളെ സഹായിക്കുവാൻ ആരുമില്ല എന്ന് പറഞ്ഞ് അവരുടേതായിരിക്കുന്ന എല്ലാ ശ്രമങ്ങളും, അവരുടെ ബുദ്ധിയും അവരുടെ ജ്ഞാനവും അവർ ആർജിച്ചെടുത്ത അവരുടെ കഴിവുകളും അവരുടെ സൈന്യബലത്തിലുള്ള അവരുടെ ആശ്രയം എല്ലാം മറന്നിട്ട് അതൊന്നും ഇവിടെ ഞങ്ങളെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ശത്രുക്കളുടെ മേൽ വിജയം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യതാ ഘടകങ്ങളാകയില്ല എന്ന് മനസ്സിലാക്കി ദൈവത്തോട് ആശ്രയത്തോടുകൂടെ, ദൈവാശ്രയ ബോധത്തോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ആ ദൈവദാസനോടും തന്റെ ജനത്തോടും അവൻ പ്രവാചകനായ യഹസിയേലിലൂടെ ദൈവം പറയുന്നു, ഈ സൈന്യത്തെ കണ്ട്, ഈ ശത്രുക്കളെ കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. ഭയപ്പെട്ടു പോയാൽ, ഭ്രമിച്ചു പോയാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് പലതും നമുക്ക് തന്നെ കുഴപ്പം വരുത്തുന്ന, നമ്മളെ തന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടത്തിവിടുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നാം ചെയ്യാറുള്ളത്. പലപ്പോഴും നമ്മൾ പെട്ടെന്ന് ധൃതിയിൽ എന്തെങ്കിലും ചെയ്താൽ, പെട്ടെന്നുണ്ടാകുന്ന ടെൻഷനിൽ നമ്മൾ എന്തെങ്കിലും തീരുമാനമെടുത്താൽ അതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ പിൽക്കാലത്ത് അത് വലിയ പ്രശ്നത്തിന് കാരണമായി തീരാറുണ്ടല്ലോ. എന്നാൽ ഇവിടെ യഹോശാഫാത്ത് അതിനോട് ദൈവം പറയുന്നു, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ഭ്രമിക്കരുത്. എന്നിട്ട് ദൈവം പറയുകയാണ്, ഈ യുദ്ധം നിങ്ങളുടേതല്ല, ഈ യുദ്ധം എന്റേതാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ നാളുകളിൽ നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിലും, നമ്മുടെ കുടുംബ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, നമ്മളുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, ഒരു ക്രിസ്തീയ സമൂഹമായി നമ്മളുടെ ഭാരതത്തിൽ മാറി വരുന്ന രാഷ്ട്രീയ മതപരമായ പശ്ചാത്തലത്തിൽ അവൻ വളരെ ഭീഷണികളും അതുപോലെയുള്ള ആകുല ചിന്തകളുമൊക്കെ നമ്മളെ അലട്ടുന്ന ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മോട് പറയുന്നത്, ഈ യുദ്ധം ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു യുദ്ധമല്ല, ഇവിടെ നമുക്ക് അതിനെതിരായി ഒരു പടയൊരുക്കമില്ല. ഹല്ലേലൂയ. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ദൈവം തന്നെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, കാരണം നമുക്ക് എത്തിപ്പെടാത്തതുപോലെ വളരെ വിശാലമായ, വളരെ ശക്തിയുള്ള ഒരു സമൂഹമാണ് നമുക്കെതിരായിട്ട് ഈ നാളുകളിൽ നമ്മുടെ ദേശത്ത് തന്നെ ഒരുമിച്ച് കൂടി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആ സമൂഹത്തോട് നമ്മുടെ ബലത്തിലോ നമ്മുടെ ബുദ്ധിയിലോ നമുക്ക് ഒരു കാരണവശാലും എതിർത്ത് നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ദൈവം നമ്മോട് പറയുന്നത്, ഈ സാഹചര്യം ഉപവാസത്തോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ താണു വീണ് ദേശത്തിന്റെ സമാധാനത്തിന് വേണ്ടി, എനിക്ക് തോന്നുന്നു ഒരു ആന്റി പ്രാർത്ഥിച്ച കൂട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുണ്ടായി, യെരൂശലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതെ, നമ്മുടെ നാടിന്റെ സമാധാനത്തിന് വേണ്ടി, നമ്മുടെ സഭയുടെ സമാധാനത്തിന് വേണ്ടി, നമ്മുടെ ദേശത്തിന്റെ സമാധാനത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന്റെ, നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിന്റെ, ഭാരതത്തിലെ ക്രിസ്തീയ സമൂഹത്തിന്റെ 28 സ്റ്റേറ്റുകളായി ഛിന്നഭിന്നമായി കിടക്കുന്ന ചെറുതു വലുതുമായിരിക്കുന്ന ക്രിസ്തീയ സമൂഹത്തിന്റെ സമാധാനത്തിന് വേണ്ടി, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ പ്രിയപ്പെട്ടവരെ നിലമ്പാട് വീണ് കരയേണ്ട സമയങ്ങളാണ് ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ അത് ചെയ്യുന്ന പക്ഷം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് നമ്മളുടെ എല്ലാ സാധ്യതകളെയും മറന്നുകൊണ്ട്, നമുക്ക് ദൈവം തന്നിരിക്കുന്നതോ നമ്മൾ ആർജിച്ചെടുത്തതായ എല്ലാ കഴിവുകളെയും, എല്ലാം നമ്മുടെ ബുദ്ധി കൂർമ്മതയെയും നമ്മൾ കളഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമ്പൂർണ്ണ സമർപ്പണത്തോടുകൂടെ നമ്മളെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിലേക്ക് നാം കടന്നു ചെല്ലുന്നുവെങ്കിൽ ഈ യുദ്ധം ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ യുദ്ധം ചെയ്താൽ ജയിക്കുവാനും പരാജയപ്പെടുവാനുമുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ജയവീരനായ സൈന്യങ്ങളുടെ യഹോവയായ നമ്മളുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധസന്നദ്ധനായി ഇറങ്ങിയാൽ ഈ ലോകത്തിനോ
അവൻ ഈ സമൂഹത്തിനോ നമുക്കെതിരെ ഉയർന്നു വരുന്ന അവൻ ഒരു പ്രതികൂലങ്ങൾക്കും ഒരു ശത്രുക്കൾക്കും അവൻ നമ്മളെ തൊടുവാൻ കഴിയുകയില്ല. കാരണം അവൻ യുദ്ധം ചെയ്യുന്നത് ജയവീരനായ നമ്മുടെ കർത്താവാണ്. ആകയാൽ ഈ നാളുകളിൽ പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യേക സാഹചര്യത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ അവൻ ഉപവാസത്തോടുകൂടെ താണു വീണ് അവൻ തങ്ങളെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അതിനുശേഷം അതിന്റെ 21 വാക്യത്തിലേക്ക് നമ്മൾ വരുന്നു. അവിടെ യഹോശാഫാത്തിന് ഒരു വലിയ വിജയം ദൈവം നൽകുന്നു, ഒരു വലിയ വിജയം നൽകുന്നു. അതെല്ലാം നമുക്ക് അതിന്റെ ആ 20 അധ്യായത്തിന്റെ 15 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വളരെ ഭയങ്കരമായ ഒരു വിജയം അദ്ദേഹത്തിന് ദൈവം നൽകുന്നു. അവർ ഒരുമിച്ച് ബാഖ എന്ന് പറയുന്ന താഴ്വരയിൽ ഒരുമിച്ച് കൂടി അവൻ ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം 20 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 21 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ യഹോശാഫാത്ത് രാജാവ്, അദ്ദേഹത്തിന്റെ തുടക്കം നന്നായിരുന്നു. ഇടക്കാലത്ത് ആധ്യാത്മികമായ മേഖലകളിൽ അദ്ദേഹം പൂർണ്ണമായും താഴോട്ട് പോയി. ദൈവത്തിലുള്ള ആശ്രയബോധം അദ്ദേഹം നഷ്ടപ്പെടുത്തി കളഞ്ഞു. അദ്ദേഹം ആഹാബ് എന്ന് പറയുന്ന രാജാവ് എന്ന് പറഞ്ഞാൽ ഇണയില്ല പിണ. കാരണം ക്രിസ്തീയ സമൂഹത്തിൽ ഇന്ന് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇണയില്ല പിണ ഉണ്ടാവുക. കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നമുക്കറിവുള്ള കാര്യങ്ങളാണ്. ഈ ആഹാബ് രാജാവുമായി ഇണയില്ലാ പിണ കൂടുന്നു. അങ്ങനെ ചില പ്രതിസന്ധികളിലൂടെ ഒക്കെ അദ്ദേഹം കടന്നു പോകുന്നു. എന്നാൽ അദ്ദേഹത്തിന് ലഭിച്ച ആദ്യ അവസരം തന്നെ അദ്ദേഹം മുതലാക്കുകയും അദ്ദേഹം മാനസാന്തരപ്പെട്ട് ദൈവസന്നിധി തിരിച്ചു വന്ന് ദൈവോന്മുഖമായി ചിന്തിക്കുകയും ജീവിക്കുകയും തന്റെ ജനത്തെ ദൈവത്തിങ്കിലേക്ക് നടത്തുവാനായിട്ട് എല്ലാ ശ്രമങ്ങളും ചെയ്ത ഈ രാജാവ് 21 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നത്, അദ്ദേഹത്തിന് 7 മക്കളുണ്ടായിരുന്നു. ഈ 7 മക്കളിൽ മൂത്ത മകനായ യഹോരാമിനെ അദ്ദേഹം രാജാവാക്കുന്നു. അതിന്റെ ആ അധ്യായം 21 അധ്യായം താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ അതിന്റെ 13 മുതലുള്ള വാക്യങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, ഈ യഹോശാഫാത്ത് രാജാവ് എടുത്ത തെറ്റായ ഒരു തീരുമാനമാണ്. ദൈവം അദ്ദേഹത്തിന് ആ രാജപദവി നൽകി ഒരു ദേശത്തെ ഭരിക്കുവാൻ, ആ ദേശത്തിന്റെ ഒരു നേതാവായി ആ ദേശത്തെ ജനത്തെ നയിക്കേണ്ടതിന് വേണ്ടി, അവരെ ആത്മീകമായ മേഖലകളിൽ അവരെ വഴി നടത്തേണ്ടതിന് വേണ്ടിയിട്ടൊക്കെ അദ്ദേഹത്തെ ആക്കി വെച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ അടുത്ത തൻ്റെ ആ രാജാധികാരം കൈമാറുന്ന ആ ഒരു പ്രവൃത്തിയിൽ അദ്ദേഹത്തിന് വളരെ ഭയങ്കരമായ ഒരു തെറ്റ് സംഭവിക്കുന്നു. അദ്ദേഹം അവിടെ എന്ത് ചെയ്യുന്നു? മാനുഷികമായി ചിന്തിക്കുന്നു. മൂത്ത മകനായ യഹോരാം, അവൻ വളരെ ദുഷ്ടനായിരുന്നിട്ടും ഈ രാജാധികാരം അദ്ദേഹം ആർക്കാണ് കൊടുക്കുന്നത്? യഹോരാമിനാണ് കൊടുക്കുന്നത്. പലപ്പോഴും പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. നമ്മളെല്ലാം കർത്താവിന്റെ വേല ചെയ്യുന്നവരാണ്. നമ്മൾ ദീർഘമായി ദൈവഹിതത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ദൈവഹിതമൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മളുടെ ബുദ്ധിക്കും നമ്മളുടെ മനോധർമ്മത്തിനും അനുസരിച്ച് പലപ്പോഴും പല തീരുമാനങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്. അവൻ ഇവിടെ ഈ യഹോശാഫാത്തിന്റെ ജീവിതത്തിലും അപ്രകാരം അദ്ദേഹം ദൈവത്തോട് അനുവാദം ചോദിക്കുകയോ ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് അറിയുകയോ ചെയ്യാതെ തൻ്റെ മനോധർമ്മം അനുസരിച്ച് അവൻ മൂത്ത മകനായ ദുഷ്ടനായ യഹോരാമിനെ ഈ രാജ്യത്തിന്റെ അധികാര പദവിയിലേക്ക് കൊണ്ടുവരിക നിമിത്തം നമുക്ക് പിന്നീടുള്ള വചനങ്ങളിൽ കാണുന്നത്, ഈ യഹോരാം തൻ്റെ പൂർവ്വപിതാവായ ദാവീദിന്റെ വഴികളിൽ നടക്കാതെ ഇസ്രായേലിന്റെ രാജാവായിരുന്ന ആഹാബിന്റെ കുടുംബത്തിന്റെ വഴികളിൽ നടക്കുകയും യഹൂദയിൽ നിന്ന് അവൻ തൻ്റെ അപ്പനായിരുന്ന യഹോശാഫാത്ത് നീക്കിക്കളഞ്ഞ പൂജാഗിരികളെ അദ്ദേഹം നിലവിൽ കൊണ്ടുവരികയും അങ്ങനെ യഹൂദ ദേശത്തെ മുഴുവൻ ആത്മീക വ്യഭിചാരത്തിങ്കിലേക്ക് നയിക്കുകയും ചെയ്ത ഒരു രാജാവായി അദ്ദേഹം തീരുന്നു. അവിടെ ദൈവം അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. 21 അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, ഈ യഹോരാമിന്റെ പ്രവൃത്തികൾ ദുഷ്ടത നിറഞ്ഞതായിരുന്നു. തൻ്റെ രാജപദവിക്ക് ഭീഷണിയായിരിക്കാമെന്ന് തോന്നിയ തൻ്റെ 6 സഹോദരന്മാരെ അദ്ദേഹം നിഷ്കരുണം വധിച്ചു. അതുപോലെ ഇസ്രായേലി പ്രഭുക്കന്മാരിൽ നിരവധി ആളുകളെ അദ്ദേഹം വധിച്ചു. ഇങ്ങനെ വളരെ ദുഷ്ടത പ്രവർത്തിച്ച ആ യഹോരാം രാജാവിന്റെ മേൽ ന്യായവിധി വരുത്തേണ്ടതിന് വേണ്ടി ദൈവം ആഗ്രഹിച്ചുവെങ്കിലും അവൻ ഇസ്രായേലിന്റെ
അവൻ രണ്ടാമത്തെ അഭിഭക്ത ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായിരുന്ന ദാവീദിനോട് നിന്റെ കുടുംബത്തിൽ നിന്ന് ഈ ദേശം ഭരിക്കേണ്ടതിന് ഒരു ദീപം ഉണ്ടാവാതെ ഇരിക്കയില്ല എന്നുള്ള ഒരു വാഗ്ദത്ത നിമിത്തം ദൈവം കുറച്ച് സമയത്തേക്കൊക്കെ ക്ഷമിച്ചുവെങ്കിലും പിന്നീട് 21 അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഏലിയ പ്രവാചകൻ ഒരു കത്ത് തനിക്ക് അയക്കും. ഞാൻ ചിന്തിക്കുകയായിരുന്നു, എന്തുകൊണ്ടായിരിക്കും ഏലിയ പ്രവാചകൻ ഒരു കത്ത് അയച്ചത്? എന്തുകൊണ്ടാണ് ഹനാനിയെ പോലെയോ യഹുവിനെ പോലെയോ അദ്ദേഹത്തിന്റെ അടുത്ത് കടന്നു വന്ന് അദ്ദേഹത്തോട് ദൂതറിയിക്കാതിരുന്നത്? ഞാൻ ചിന്തിക്കുന്നു, ഒരുപക്ഷെ ഇവരെക്കാളൊക്കെ വളരെ ക്രൂരനായ ഒരു രാജാവായിരുന്നിരിക്കാം ഈ യഹോരാം രാജാവ്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു കത്തെഴുതി അയക്കുന്നു. അതിനകത്ത് ദൈവത്തിന്റെ ന്യായവിധിയെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ദൈവം നിന്നോട് ഇതുവരെയും കരുണ ചെയ്തുകൊണ്ടിരുന്നത് നിന്റെ പിതാവായ ദാവീദിനോട് ദൈവം കൊടുത്ത ആ നിയമ മുഖാന്തരമാണ്. എന്നാൽ നീ മാനസാന്തരപ്പെടാത്ത പക്ഷം എന്ത് സംഭവിക്കും? നിന്റെ മക്കൾക്കും നിന്റെ ഭാര്യമാർക്കും നിന്റെ ദേശത്തിനും എല്ലാം വളരെ ഭയാനകമായ പരിണിത ഫലങ്ങൾ അനുഭവിക്കുവാനായിട്ട് പോകുന്നു. മാത്രമല്ല, നിന്റെ കുടലിൽ ഒരു അസുഖം ഉണ്ടായിട്ട് നിന്റെ വയറ് പൊട്ടി നിന്റെ കുടലെല്ലാം പുറത്തു വന്ന് നീ മരിക്കുമെന്നും പറയുന്നു. ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യഹോശാഫാത്ത് രാജാവിനെയാണ് ഇന്ന് ഈ രാവിലെ സമയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിയത്. ഈ യഹോശാഫാത്തിന്റെ ജീവിതത്തെ നമ്മുടെ മുൻപിൽ കാണുമ്പോൾ പലപ്പോഴും നമ്മളുടെ അനുഭവങ്ങളുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മളുടെ ഒരു പ്രതിരൂപമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം നമ്മളുടെ സ്പിരിച്വാലിറ്റി അങ്ങനെയാണല്ലോ, എപ്പോഴും ഒരേപോലെ നിൽക്കുന്നില്ല. പലപ്പോഴും അതിനകത്ത് ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകുന്നു. ചിലപ്പോൾ നമ്മൾ ദൈവത്തോട് വളരെ അടുത്തിരിക്കുന്നു, ചിലപ്പോൾ ദൈവഹിതം അന്വേഷിക്കുന്നു, ദൈവഹിതം മാത്രം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ ചില കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ട് മാറിയിട്ട് നമ്മളുടെ മനോധർമ്മം അനുസരിച്ച്, നമ്മളുടെ ബന്ധുക്കളുടെ മനോധർമ്മം അനുസരിച്ച്, നമ്മളുടെ സമൂഹത്തിന്റെ കാര്യങ്ങൾ അനുസരിച്ച്, നമ്മുടെ വിശ്വാസികളുടെ ചിന്തകൾ അനുസരിച്ചൊക്കെ നമ്മൾ പലപ്പോഴും ദൈവഹിതം അല്ലെന്ന് അറിഞ്ഞിട്ടും ദൈവഹിതമല്ലാത്ത വഴികളിലേക്കൊക്കെ നമ്മൾ പലപ്പോഴും കടന്നു പോകാറുണ്ട്. ഇവിടെ മൊത്തം ഈ 5 അധ്യായങ്ങളിൽ നിന്ന് നമ്മൾ യഹോശാഫാത്തിനെ കാണുമ്പോൾ അവിടെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന 1-2 കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ അധ്യായത്തിൽ 17-ാം അധ്യായത്തിൽ ആത്മീകനായ ഒരു മനുഷ്യൻ. എന്നാൽ 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് യഹോശാഫാത്തിന് മാനസാന്തരത്തിന് വേണ്ടി ലഭിച്ച ആദ്യ അവസരം തന്നെ താൻ വിനിയോഗിച്ചു. പലരും മാനസാന്തരത്തിന് പല അവസരങ്ങളും നിഷ്കരുണം തള്ളിക്കളയുന്നവരായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഏത് മേഖലയിലായിരുന്നാലും. എന്നാൽ യഹോശാഫാത്ത് നമ്മളുടെ മുൻപിൽ നിൽക്കുന്നത് അവൻ തനിക്ക് ലഭിച്ച ആദ്യ അവസരം തന്നെ കൈമുതലാക്കിയ മാനസാന്തരപ്പെടുവാൻ പത്രോസിനെ പോലെ 3 പ്രാവശ്യം യേശുവിനെ തള്ളി പറഞ്ഞെങ്കിലും യേശുവിന്റെ ദൃഷ്ടികൾ തന്റെ മേൽ പതിച്ചപ്പോൾ ഹല്ലേലൂയ അവൻ നിലമ്പാട് വീണ് ദൈവസന്നിധിയിൽ അവൻ പൊട്ടി കരഞ്ഞ് ഒരു മാനസാന്തരത്തിലൂടെ ഒരു മടങ്ങി വരവിന് തയ്യാറായ പത്രോസിനെ പോലെ ഈ യഹോശാഫാത്തിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ തനിക്ക് ലഭിച്ച ആദ്യ അവസരം തന്നെ പിന്നത്തേക്ക് മാറ്റിവെക്കാതെ ആദ്യ അവസരം തന്നെ താൻ മാനസാന്തരത്തിന് തയ്യാറാകുന്നു. 19-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മാനസാന്തരപ്പെട്ടവൻ അതിന് തക്ക പ്രവൃത്തി ചെയ്യണമെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ പെട്ടെന്ന് നിർത്താം. അതിനുശേഷം 19-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കണ്ടത് ദൈവം നല്ലവരോട് കൂടെ ഉണ്ടെന്നാണ്. നല്ലവരാരാണ്? ദൈവത്തെ അനുസരിക്കുന്നവരാണ് നല്ലവർ, ദൈവത്തെ ഹിതം അന്വേഷിക്കുന്നവരാണ് നല്ലവർ, ദൈവോന്മുഖമായി ചിന്തിക്കുകയും ദൈവോന്മുഖമായി ജീവിക്കുകയും ചെയ്യുന്നവരാണ് നല്ലവർ. അപ്പോൾ അവിടെ പറയുന്നത് ദൈവം അവരോട് കൂടെ ഉണ്ട്. അപ്പോൾ ദൈവികമായ അനുഗ്രഹത്തിന്, കുടുംബത്തിന്റെ സമാധാനത്തിന്, സഭയുടെ നടത്തിപ്പിന്, എല്ലാ മേഖലയിലും എവിടെയെല്ലാം ദൈവം നമ്മളെ ഒരു ലീഡർ എന്നുള്ള നിലയിൽ ആക്കി വെച്ചിട്ടുണ്ടോ ആ മേഖലകളിലെല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാകേണ്ടതിന് നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്? അത് സമ്പൂർണമായ അനുസരണമാണ്. അതിനുശേഷം അതിന്റെ 21-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് തെറ്റായ തീരുമാനങ്ങൾ ഒരിക്കലും നാം ചെയ്യരുത്. ഒരുപക്ഷെ സാഹചര്യം നമ്മളോട് പറയുന്നുണ്ടായിരിക്കാം, രീതി റിവാജുകൾ ആ പ്രദേശത്തുള്ള ചില കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ടായിരിക്കും, അതാണ് ചെയ്യേണ്ടതെന്ന്.
അവൻ ഒരുപക്ഷെ നമ്മളുടെ സുഹൃത്തുക്കളോ നമ്മളുടെ സഹപ്രവർത്തകരോ നമ്മളുടെ കുടുംബമോ ഒക്കെ നമ്മളോട് പറയുന്നുണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്ന്. നമ്മളും ആലോചിച്ചു കഴിയുമ്പോൾ ഒരുപക്ഷെ അതായിരിക്കാം ചെയ്യേണ്ടത്. എന്നാൽ ദൈവഹിതം അന്വേഷിച്ച് മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മെ ദൈവമാക്കി വെച്ചിരിക്കുന്ന മേഖലയിൽ, അത് കുടുംബത്തോടുള്ള ബന്ധത്തിലാണെങ്കിൽ പോലും നമുക്ക് എടുക്കുവാനായിട്ട് പാടുള്ളൂ. അതാണ് യഹോശാഫാത്തിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്. അദ്ദേഹം എടുത്ത ഒരു തെറ്റായ തീരുമാനം, അദ്ദേഹത്തിന്റെ രാജാധികാരം അടുത്ത തലമുറയിലേക്ക് കൈമാറുമ്പോൾ അദ്ദേഹം ചെയ്ത ഒരു തെറ്റ് വളരെ വ്യാപകമായ, ദൂരവ്യാപകമായ വിപത്തുകളെ അവൻ യഹൂദയുടെ ജനത്തിന്റെ മേൽ അവൻ കൊണ്ടുവരാനായിട്ടിടയായി തീർന്നു. തന്റെ പൂർവ്വപിതാക്കന്മാർ അവൻ യഹൂദയിൽ നിന്നും നീക്കിക്കളഞ്ഞ ആത്മീക വ്യഭിചാരത്തെ അവൻ തിരികെ കൊണ്ടുവരുന്ന ഒരു ദുഷ്ടനായ രാജാവായി അവൻ യഹോരാം പരിണമിക്കുവാനായിട്ടിടയായി തീർന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിൽ അനുസരണയോടെ കൂടെ ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നിലനിൽക്കുന്നവരായി തീരാം. അവൻ ദൈവസന്നിധിയിൽ നമ്മുടെ ദേശത്ത് കടന്നു വരുന്ന വിപത്തിന് വേണ്ടി അവൻ നിലമ്പാട് വീണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായി തീരാം. മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് ലഭിക്കുന്ന ആദ്യ അവസരം തന്നെ മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നവരായി തീരുവാൻ അവൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഒരിക്കലും ഞാൻ തെറ്റായ ഒരു തീരുമാനം ദൈവത്തെ മറികടന്ന് എടുക്കുകയില്ല, ദൈവം പറയുന്ന അതേ തീരുമാനങ്ങൾ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തോടുകൂടെ ഈ രാവിലെ സമയത്ത് നമുക്ക് ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായി ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, വളരെ ശക്തമായിട്ടുള്ള ദൈവവചനമാണല്ലോ കർത്താവിൻ്റെ ദാസനിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. നമ്മൾ ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ആഴ്ചയിൽ തന്നെയാണെന്ന് തോന്നുന്നു ഈ പ്രയർ ലൈനിൽ പ്രസംഗിച്ച ഒരു ദേവദാസൻ യഹോ ഷാഫാത്തിനെ കുറിച്ച് തന്നെയാണ് പ്രസംഗിച്ചത്. ഈ ഒരു സന്ദേശം നമ്മൾ ആരോടോ, നമ്മൾ എല്ലാവരോടുമുള്ള ഒരു സന്ദേശമാണ്. ദൈവത്തിൻ്റെ ഒരു സന്ദേശമാണ്, നമ്മളോടുള്ള ഒരു ദൂതാണ്. ഈ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ടുള്ള അനുഭവങ്ങൾ കൂടെ പോകുന്നെങ്കിൽ ദൈവത്തെ വിളിക്കുക. നമ്മുടെ ശക്തിയിലും നമ്മുടെ കഴിവിലും മറ്റുള്ളവരുടെ കഴിവിലും ആശ്രയിക്കാൻ ശ്രമിക്കാതെ ദൈവത്തെ വിളിക്കുക, ദൈവത്തെ പ്രാർത്ഥിക്കുക, ശക്തമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതാണല്ലോ യഹോശാഫാത്ത് ചെയ്ത 3 രാജ്യങ്ങളെ ഒരുമിച്ച് വന്ന് ആക്രമിക്കുമ്പോൾ ഈ അവരുടെ മുൻപാകെ നിൽക്കാനായിട്ട് കഴിയുകയില്ല എന്ന് പറഞ്ഞ് തൻ്റെ ആയുധവും തൻ്റെ സൈന്യശക്തിയും ഒക്കെ മാറ്റിവെച്ച്, നമുക്കറിയാം, ഒരാഘോഷമായിട്ട് കർത്താവിനെ പാടി സ്തുതിക്കാനും യഹോവയെ ആരാധിക്കാനുമായിട്ടാണ് പാട്ടുകാരെയൊക്കെ വരുത്തി. അങ്ങനെ ചെയ്തപ്പോഴാണ് തനിക്ക് യുദ്ധത്തിൽ വിജയം ലഭിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ മാനസാന്തരപ്പെടാനുള്ള അല്ലെങ്കിൽ ദൈവവഴിയിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ വന്നപ്പോൾ പിന്നീടാകട്ടെ തൽക്കാലം ഇങ്ങനെ പോകട്ടെ എന്ന് ചിന്തിക്കാതെ സൗകര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ദൈവവഴിയിലേക്ക് വരുന്നതിനായിട്ട് യഹോശാഫാത്ത് രാജാവ് ഉത്സാഹിച്ചു. അത് അവൻ്റെ ജീവിതത്തിന് അനുഗ്രഹമായി തീർന്നു. ഇങ്ങനെ ദൈവവഴിയിലൊക്കെ വന്നെങ്കിലും അവസാന കാലത്ത് അതിന് വളരെ മോശമായിട്ടുള്ള ബുദ്ധിപൂർവ്വമല്ലാതെ ദൈവത്തെ കൂടാതെയുള്ള തീരുമാനങ്ങൾ എടുത്തു. അതും നമ്മൾ കേട്ടു. യഹോരാമിനെ, വളരെ ആയിരുന്ന തൻ്റെ മകൻ യഹോരാമിനെ രാജാവാക്കി. അതുകൊണ്ട് രാജ്യമാകമാനം വീണ്ടും താഴ്ചയിലേക്ക് പോയി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തൻ്റെ ഭരണകാലത്ത് ആ യഹൂദ ജനതയെ മുഴുവൻ ദൈവത്തെങ്കിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഉത്സാഹിച്ചു. എന്നാൽ തൻ്റെ മകൻ്റെ കാലം വന്നപ്പോൾ ദുഷ്ടനായ മകനെ രാജാവാക്കിയത് കൊണ്ട് എല്ലാം തകർന്ന് നശിച്ചു പോയി എന്ന് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കറിയാം, ഇന്ന് ക്രൈസ്തവ സമൂഹം, ഇന്ത്യയിലെ വിശ്വാസ സമൂഹം വളരെയധികം ഭയാനകമായ സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ തന്നെയും സഭകൾ തമ്മിൽ തല്ലുകയും ഒക്കെയാണല്ലോ. നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ പാവം പിടിച്ച ദൈവദാസന്മാരുടെ അടുത്ത് ചെന്ന് അവരെ ഭീഷണിപ്പെടുത്തുകയും, ഇന്ന് തന്നെ ഒരു വീഡിയോ കണ്ടിരുന്നു, ഒരു ബൈബിളിൻ്റെ പുറത്ത് ചവിട്ടാനായിട്ട് ഒരു പാവം പിടിച്ച ദൈവദാസനോട് ആവശ്യപ്പെട്ട് അദ്ദേഹം നിവൃത്തിയില്ലാതെ ചെയ്യുക. എന്നിട്ട് ബൈബിൾ തുറന്നു വെച്ച് അതേ ചവിട്ടി നിൽക്കുക. ഭാര്യയുടെ നെറ്റിയിൽ കുങ്കുമം ചാർത്താനായിട്ട് പറഞ്ഞ് അതൊക്കെ ചെയ്യുകയാണ്. എന്ത് ചെയ്യാനാണ്? ഇങ്ങനെയൊക്കെയുള്ള ഈ സാഹചര്യത്തിൽ നമ്മൾ യുദ്ധം ചെയ്യാൻ പോകാതെ നമുക്ക് ദൈവത്തോട്, സർവശക്തരായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് നമുക്ക് കരയാം. അത് ദൈവം നമ്മുടെ യുദ്ധം ഏറ്റെടുക്കും. അതാണല്ലോ ഇന്ന് നമ്മൾ കേട്ടത്. നമ്മൾ യുദ്ധം ചെയ്യാൻ പോകാതെ സൈന്യങ്ങളുടെ അധിപനായ ദൈവത്തെ യുദ്ധം ഏൽപ്പിച്ച് കർത്താവിനോട് കൂടെ നമുക്ക് നടക്കാം. കർത്താവ് നമ്മെ അതിനെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ ജയിലിലുമൊക്കെ കിടന്ന വളരെ ഈ കാര്യങ്ങളൊക്കെ ദുഷ്കരമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ പോയതാണല്ലോ. എന്നാൽ പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ കേട്ടു. ആ ജയില്
ആ, അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ആളുകളെയൊക്കെ മാറ്റി സമാധാനത്തോടെ മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന പോലീസുകാരെയാണ് ആ ആ പ്രാർത്ഥനയിലൂടെ ദൈവമോട് ആക്കിച്ചത്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല. നമ്മൾ പലവിധ ഇമ്പോസിബിൾ ആയിട്ടുള്ള ചില സാഹചര്യങ്ങളായിരിക്കാം. ഇതാർക്കും മാറ്റാൻ കഴിയത്തില്ല, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോയാൽ തന്നെയും, അങ്ങനെ സാത്താൻ നമ്മുടെ ചിന്തകൾ അങ്ങനെയൊക്കെ ആയിരിക്കും കൊണ്ടിരുന്നത്. ഇനി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, അങ്ങനെ എല്ലാം ചെയ്യാൻ കഴിയുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്, അസാധ്യമായി ഒന്നുമില്ല എന്നാണല്ലോ കർത്താവ് തന്നെ പറഞ്ഞ്, വിശ്വസിക്കുന്നവനെല്ലാം കഴിയും. അതുകൊണ്ട് വിശ്വാസമുള്ളവരായിട്ട് നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികളെ, നമ്മുടെ മുമ്പിലുള്ള ഒരു മഹാസൈന്യത്തെ കണ്ട് നമ്മൾ ഭയപ്പെടാതെ ആ ആ സർവശക്തനായ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. അതിന് ഈ ഇന്ന് നമ്മൾ കേട്ട ഈ വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. കർത്താവിൻ്റെ ദാസൻ പലവിധ ബന്ധപ്പാടുകളിലൂടെ, പലവിധ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ ഒക്കെ പോയല്ലോ. എന്നാൽ ആ ജീസസ് മിഷനിൽ ശക്തമായിട്ട് സാജു ജോൺ മാത്യു ബ്രദറിൻ്റെ ആ പ്രവർത്തനമാണല്ലോ അദ്ദേഹം കൊടുക്കുന്ന ആ ശക്തമായ നേതൃത്വത്തിന് മുൻപായി ശക്തിയോടുകൂടെ മുന്നോട്ട് പോകുവാൻ, വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകുവാൻ കർത്താവ് തുടർന്നും സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഞാൻ സൂചിപ്പിക്കാറുള്ളത് പോലെ നമ്മുടെ പ്രയർ ലൈനിൽ വരുന്ന ദേവദാസന്മാർക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കുക. ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം, അഭിവാദ്യങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. താങ്ക് യു.